കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നതായിരുന്നു പ്രധാന ചർച്ച. ഇപ്പോൾ ഇന്നത്തോടെ അതിനൊരു തീരുമാനം ഉറപ്പിച്ചിട്ടുണ്ട്. അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അൻവർ ഒരു മുന്നണി കൂടിയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആം ആദ്മി അടക്കമുള്ള പാർട്ടികൾ കൂടിയിട്ട് ഇന്ന് പത്രിക സമർപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. ഇനി അൻവറിന് വീഴുന്ന വോട്ടുകൾ അത് UDF ആയിരിക്കുമോ LDF ആയിരിക്കുമോ തോൽപ്പിക്കുക, അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ജിംസ്, ഇപ്പോൾ അൻവർ CPM നിന്ന് വന്നതിന് ശേഷം ഇതുവരെയുള്ള ഒരു അൻവറിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫുണ്ട്. അത് എവിടെയൊക്കെയാണ് അതിന് വീഴ്ച സംഭവിച്ചതെന്ന് കൂടിയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് കൂടിയിട്ടാണ് ഈ നേരിടാൻ പോകുന്നത്. അപ്പോൾ അൻവറിൻ്റെ പെട്ടിയിൽ വീഴുന്ന ഈ വോട്ടുകൾ ആർക്കായിരിക്കും ഗുണകരമാകുക? അല്ല, അൻവറിൻ്റെ പെട്ടിയിൽ വോട്ടുകൾ വീഴുമോ ഇല്ല, എത്ര വീഴും എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം അങ്ങനെ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. കാരണം അൻവർ LDF ഇട്ട് പോരുമ്പോൾ, MLA സ്ഥാനം രാജിവെച്ച് വരുമ്പോൾ അദ്ദേഹം ഉയർത്തിയ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയതാണ്. അതുകൊണ്ടാണ് സർക്കാരിന് അതിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നത്. ആ അന്വേഷണം ഇപ്പോഴും ഓൺഗോയിങ് ആണ്. ആ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഓൺഗോയിങ് ആണ്. അതിനർത്ഥം ആ ഉയർത്തിയ ആരോപണങ്ങൾ അത് ഇൻവാലിഡാണ് എന്ന് പറയാൻ കഴിയാത്ത വിധം CPM-നോ അല്ലെങ്കിൽ സർക്കാരിനോ കഴിയാത്ത വിധം അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. അതുകൊണ്ട് അത് കേവലം രാഷ്ട്രീയ ആരോപണമാണെന്ന് പറഞ്ഞ് ഒഴിയാൻ സർക്കാരിന് കഴിയില്ല. അപ്പോൾ സർക്കാർ ആ കാര്യത്തിൽ പ്രതിരോധത്തിലാണ്. അവിടെ എന്തുണ്ട്, അൻവറിനൊരു എഡ്ജുണ്ട്. പക്ഷേ അൻവർ മാത്രമല്ല അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ. ആ ക്വസ്റ്റ്യൻസിൻ്റെ അത് UDF-ഉം അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ഒരു പരിധി വരെ. അപ്പോൾ ഒരേ കോസിന് വേണ്ടി രണ്ട് പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ അൻവർ ഉന്നയിച്ച ഏതാണ്ട് ഏറെക്കുറെ എല്ലാ ആരോപണവും ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ KC വേണുഗോപാൽ പ്രസംഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനർത്ഥം അൻവർ ഉയർത്തിവിട്ട ചോദ്യങ്ങൾ UDF-ഉം ഏറ്റെടുത്ത് സർക്കാരിനെതിരായിട്ടുള്ള പ്രചാരണമാക്കി മാറ്റുന്നു. അൻവറിനെ ഏതാണ്ട് അവഗണിക്കുന്നു. അതാണ് UDF-ൻ്റെ രീതി. LDF-നെ സംബന്ധിച്ച് ഭരണ തുടർച്ച, ഭരണവിരുദ്ധ വികാരം, സാധാരണ ഒരു 8-9 വർഷമൊക്കെ ഭരിക്കുന്ന ഈ സർക്കാരിനെതിരെയും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. ആ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ നടക്കുന്ന ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും ഏത് സർക്കാരാണെങ്കിലും കുറച്ച് പ്രതിരോധത്തിലാവുകയും ജയിക്കാൻ കുറച്ച് കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അങ്ങനെ ഒരു അനുകൂല സാഹചര്യം LDF-നെ സംബന്ധിച്ച് നിലമ്പൂരില്ല. പക്ഷേ ആ പ്രതികൂല സാഹചര്യത്തെ LDF മറികടക്കുന്നത് വളരെ മികച്ചൊരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്തുകൊണ്ടാണ്. ഒരു പക്ഷേ ഇന്ന് LDF-നും CPM-നും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് സ്വരാജ്. അപ്പോൾ സ്വരാജിൻ്റെ ഗുണങ്ങളെ, സ്വരാജിനെ വ്യക്തിപരമായി ആക്രമിക്കാനൊക്കെ UDF ശ്രമിക്കുന്നുണ്ട്. സ്വരാജ് ഇൻ്റർനാഷണൽ വിഷയങ്ങൾ, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നു, നിലപാടിൻ്റെ രാജകുമാരനാകുന്നു. അതേസമയം കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അഭിപ്രായം പറയുന്നത് ചോദിച്ച് അദ്ദേഹത്തിന് പേഴ്സണൽ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാനാണ് UDF ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആഫ്റ്റർ ഓൾ അവിടെ നിലമ്പൂരിലൊരു അജണ്ട എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സർക്കാരിനെതിരെയുള്ള അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു അജണ്ട സിറ്റിംഗ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. UDF കൺവെൻഷൻ തെളിയിക്കുന്നുണ്ട്. ഓക്കെ, പരമ്പരാഗതമായി നിലമ്പൂർ ഒരു UDF മണ്ഡലമാണ്. UDF-ന് മേൽക്കെയുള്ളൊരു മണ്ഡലമാണ്. അവിടെ LDF ജയിക്കുന്നത് മുന്നണികളിലെ ചില നീക്കുപോക്കുകൾ വഴിയോ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർത്തുകയാണ് LDF അവിടെ ജയിച്ചിട്ടുള്ളത് എന്ന് കരുതി LDF-ന് ഇനിയും ജയസാധ്യതയില്ലാത്ത മണ്ഡലമല്ല നിലമ്പൂർ എന്ന് പറയുന്നത്. പാർട്ടി ചിഹ്നത്തിൽ അവിടെ CPM സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ സ്വരാജ് മത്സരിക്കുന്നത്. അപ്പോൾ ഇവിടെ TMC എന്ന് പറയുന്ന ഏറെക്കുറെ കേരളത്തിന് ഏലിയനായിട്ടുള്ളൊരു പാർട്ടിയെ ഒരു പുതിയ മുന്നണിയിൽ ചേർത്തുകൊണ്ട് ആ മുന്നണിയുമായിട്ടാണ് അൻവർ മുന്നോട്ട് വരുന്നത്. അൻവർ ഉയർത്തിവിട്ട രാഷ്ട്രീയ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് വളരെ ഓർഗാനിക്കായിട്ട് അതിനെ പ്രതികരിക്കുന്നത് UDF-നേക്കാൾ അൻവറാണ് നിലമ്പൂർ മണ്ഡലത്തിൽ. കാരണം അദ്ദേഹം നിലമ്പൂരിലെ MLA ആയിരുന്നു. ഈ വിഷയങ്ങൾ നേരിട്ട് ഏറ്റെടുക്കുകയും നേരിട്ട് ഇടപെടുകയും ചെയ്തൊരു വ്യക്തി, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്യുന്ന അൻവറുമായിട്ടാണ്, ഹരിയാണ ഷൗക്കത്തായിട്ടല്ല, അല്ലെങ്കിൽ VD സതീശനോ KC വേണുഗോപാലായിട്ടല്ല. അപ്പോൾ അങ്ങനെ വളരെ ഓർഗാനിക്കായിട്ട് അതിൽ ഇടപെട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഈ പ്രശ്നങ്ങളുടെ ഇരകൾ, നേർക്ക് നേരെ ഇതിൻ്റെ ഇരകളായ മനുഷ്യർ, ആ മനുഷ്യർ ഒരുപക്ഷെ അൻവറിനെ പിന്തുണയ്ക്കുകയോ വോട്ട് ചെയ്യുകയോ വോട്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്തേക്കാം. അതേസമയം തന്നെ അതിനൊരു ലാസ്റ്റ് ഔട്ട്കം എന്താണ് എന്ന് ചിന്തിക്കുന്ന, കുറേ കൂടി പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടാവും. ഈ അൻവറിന് വോട്ട് ചെയ്തുകൊണ്ട് ഈ കോസിൻ്റെ പരിണിതി എന്താവും എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ ഒരുപക്ഷെ ജയസാധ്യതയുള്ള ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യാമെന്നവർ ചിലപ്പോൾ UDF-ന് വോട്ട് ചെയ്യുന്നുണ്ടാവും. എന്തായാലും ഈ രണ്ട് വോട്ടിംഗ് ബിഹേവിയറിനെയും തടുക്കാൻ സ്വരാജിന് കഴിയുമോ, സ്വരാജ് എന്നൊരു പേഴ്സണയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനിയും ഉത്തരം കിട്ടാത്ത ക്വസ്റ്റ്യൻ അതാണ്. അവിടെയും അൻവറിനൊരു വിജയസാധ്യതയുണ്ടോ, അൻവർ വിജയിക്കുന്നൊരു സ്ഥാനാർത്ഥിയാണോ, അൻവർ തന്നെ അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അൻവർ ഇതിനു മുമ്പ് ജയിച്ചതല്ല LDF-ൻ്റെ വോട്ട് കൊണ്ടാണ്. ആ വോട്ട് സ്വരാജാണ് കൊണ്ടുപോകുക. അപ്പോൾ അൻവറിന് എത്ര വോട്ട് നേടാൻ കഴിയും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അൻവർ ഒരു 5000-നും 10,000-നും ഇടയ്ക്ക് വോട്ട് നേടും എന്ന്
അങ്ങനെ വലിയ രാഷ്ട്രീയ പാണ്ഡിത്യം ഇല്ലാതെ തന്നെ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും 5000-നും 10,000-നും ഇടയ്ക്ക് വോട്ട് നേടിയേക്കാം, ചിലപ്പോൾ അതിലും കുറഞ്ഞു പോകാം. പക്ഷേ അൻവർ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വോട്ട് പെർസെൻറ്റേജ് എത്രയാണെന്ന് അനുസരിച്ചിരിക്കും. കുറഞ്ഞത് ഒരു 15%-നും 20%-നും ഇടയിൽ വോട്ട് നേടി ഒരു നല്ല മത്സരം അവിടെ കാഴ്ചവെച്ചാൽ, അതായത് LDF-UDF ഫൈറ്റിനെ വളരെ എന്താണ് പറയുക, ഒരു എഡ്ജിൽ കൊണ്ട് നിർത്തുന്ന വളരെ ഒരു തിൻ മജോറിറ്റിയിൽ മാത്രം ജയിക്കാൻ കഴിയുന്ന ഒരു മത്സരമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ അൻവറിൻ്റെ രാഷ്ട്രീയമല്ല, അൻവർ എന്ന രാഷ്ട്രീയ വ്യക്തിക്ക് ഭാവിയിൽ തുടരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യും, അൻവറിനെ അപ്രസക്തനാക്കും. അപ്പോൾ അൻവർ എത്ര വോട്ട് കൂടുതൽ നേടുന്നു, അൻവർ നേടുന്ന കൂടുതൽ വോട്ടുകൾ അത് എവിടെ നിന്ന് കാർവ് ചെയ്യും എന്നുള്ള കാര്യവും ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അൻവറിന് ഈ രണ്ട് മുന്നണികളിലും ഒരുപോലെ പിന്തുണയുണ്ട്. കാരണം അൻവറിൻ്റെ ബേസ് എന്ന് പറയുന്നത് LDF ആണ് നിലവിൽ. LDF-ൽ നിന്നാണ് അദ്ദേഹം ഇറങ്ങി വന്നത്. അദ്ദേഹത്തിന് കൂടെയുള്ള പല ആളുകൾ ഇപ്പോൾ LDF പഴയ CPM-കാരോ LDF-കാരോ ഒക്കെയാണ്. അപ്പോൾ CPM-ൽ വർക്ക് ചെയ്തവരോ പിന്നീട് വിട്ടുപോയവരോ അല്ലെങ്കിൽ നിലവിലുള്ള പാർട്ടിയോട് ലയിച്ചിരുന്നവരോ ആയ ആൾക്കാരാണ് അൻവറിന് ചുറ്റുമുള്ള ഇപ്പോഴുള്ള മനുഷ്യർ. അപ്പോൾ അൻവറിന് ഒരേ സമയം തന്നെ LDF-ൻ്റെയും UDF-ൻ്റെയും വോട്ട് കാർവ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് അൻവർ ആർക്ക് സ്പോയിലറാവും എന്ന് പറയാൻ കഴിയാത്തത്. പക്ഷേ എന്തായാലും അൻവർ എത്ര കൂടുതൽ വോട്ട് പിടിക്കുന്നു അത്ര ടൈറ്റ് മത്സരം ഉണ്ടാവും. പക്ഷേ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏതാണ് എന്ന് ഇപ്പോൾ അൻവറിന് പോലും തിട്ടമുണ്ടാവില്ല, അൻവറിന് പോലും അത് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നതായിരുന്നു. അൻവറുമായിട്ട് ചുറ്റിപ്പറ്റി കോൺഗ്രസ്സിലുണ്ടായ പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, UDF-നുള്ളിൽ തന്നെ ഉണ്ടായ തർക്കങ്ങൾ, ഇതൊക്കെ മുൻനിർത്തി UDF-നുള്ളിൽ തന്നെ അൻവറിനെ സംബന്ധിച്ചൊരു അങ്കലാപ്പ് ഉണ്ടാകില്ലേ? അൻവർ നേടുന്ന വോട്ടുകൾ തിരിച്ചടിയാകുമോ എന്നുള്ളത് കൂടിയിട്ട് UDF അത് ഭയപ്പെടുന്നുണ്ട്. അൻവർ പൂർണ്ണ വീര്യത്തോടെ മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്കത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന ഭയപ്പാടിനകത്തുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഈ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കണമെന്ന നിലപാടുമായി ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. ഇന്നലെ അവരുടെ നേതൃയോഗത്തിനകത്ത് വിമർശനം ഉയർന്നല്ലോ. VD സതീശൻ്റെ മാത്രം ഒരു താല്പര്യം നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചതാണ് ഇത് മുഴുവൻ വഷളാവാൻ കാര്യം, ഇല്ലെങ്കിൽ ഈ സങ്കീർണത ഒഴിവാക്കാൻ കഴിയുമായിരുന്നുള്ള വിമർശനം ലീഗ് ഉന്നയിക്കുന്നത് നമ്മുടെ മത്സര സാധ്യതയെ കെടുത്തുന്ന തരത്തിലുള്ള വാശി പിടിക്കലുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അവരെ സംബന്ധിച്ച് അവർക്കൊരു തോൽവി അംഗീകരിക്കാൻ കഴിയില്ല. മലബാറിലാണ് അങ്ങനെ ഒരു തോൽവി ഉണ്ടാവുക. ഇനിയൊരു വിജയം M സ്വരാജാണ് ജയിക്കുന്നത്, LDF-ആണ് ജയിക്കുന്നതെങ്കിൽ ഒരു മൂന്നാം സർക്കാരിലേക്കുള്ള ഞങ്ങളുടെ പ്രവേശനം ഇതാ സാധ്യമായിരിക്കും എന്നുള്ള ക്യാമ്പയിനിലേക്ക് LDF പോകും. അത് അവരുടെ ക്യാമ്പിനെ കൂടുതൽ സജീവമാക്കും. ലീഗിനത് ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. UDF-നാകെ തന്നെയും ലീഗിന് സവിശേഷമായും പ്രത്യേകിച്ച് അവരുടെ ഒരു മേഖലയിൽ കൂടി നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്നത് കാണണം. അതുകൊണ്ട് അതിൻ്റെ എല്ലാ റിസ്ക് ഫാക്ടേഴ്സും അടയ്ക്കണം എന്ന് ലീഗിന് ആഗ്രഹമുണ്ട്. പക്ഷെ അടച്ചില്ല എന്ന നിരാശ അവർക്കുണ്ട്. അതുകൊണ്ട് ആ ആധി UDF-നുള്ളതാണ്. UDF തന്നെയും അവസാന നിമിഷം വരെയും പരമാവധി വിശാലമായ കരങ്ങളുമായി അൻവറിനെ സമീപിച്ചല്ലോ. UDF-ൻ്റെ പല നേതാക്കളും, എല്ലാവരും അല്ല. അതിൻ്റെ അർത്ഥം അവർക്ക് വെള്ളം കയറാൻ സാധ്യതയുള്ള എല്ലാ വാതിലും അടയ്ക്കണം എന്ന് ഒന്നുണ്ടായിരുന്നുകൊണ്ടാണ്. അപ്പോൾ ആ ഭയപ്പാട് അവർക്കുമുണ്ട്. LDF-നും അതില്ല എന്ന് പറയാൻ കഴിയില്ല. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന നിമിഷം അതിനുശേഷമുള്ള 1-2 ദിവസങ്ങൾ അത് വലിയ തോതിലുള്ള ഒരു ആവേശം പൊതുവെ അവിടെ ഉണ്ടാക്കുകയും മൊത്തത്തിൽ സീൻ എന്തോ മാറിയെന്നൊരു ഫീൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. കാരണം M സ്വരാജിൻ്റെ ഒരു പേഴ്സണൽ അദ്ദേഹത്തിൻ്റെ കരിസ്മ അതാണ്. പക്ഷേ ഇന്നിപ്പോൾ UDF-ൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ UDF-ൻ്റെ നേതൃത്വം അവിടെ ശരിയായ രാഷ്ട്രീയം പറയുകയാണ്. ഈ സർക്കാരിനെ ഞങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ സർക്കാരിൻ്റെ RSS ബാന്ധവത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. പോലീസുമായി ബന്ധപ്പെട്ട കാര്യം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കമൻസ് പറയുന്നു. ഈ സംസ്ഥാനത്ത് എമ്പാടും പലയിടത്തായി എയർപോർട്ടുകളുള്ളപ്പോൾ മലപ്പുറത്ത് എയർപോർട്ടിൽ മാത്രം നടക്കുന്ന കൊള്ളയുടെ അല്ലെങ്കിൽ കള്ളക്കടത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് അവരെ ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. നേതാക്കളുടെ കരിസ്മ, നേതാക്കൾ പറഞ്ഞ നിലപാടുകളിലെ സംഗതികളൊക്കെ അപ്പുറത്തേക്ക് സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് എവിടേക്കൊക്കെയാണ് വോട്ട് കൊണ്ടുപോകുക എന്നുള്ള മൗലികമായ ചോദ്യം അവിടെയുണ്ട്. ഓഫ് കോഴ്സ് ഒരു കാര്യമുള്ളത്, PV അൻവർ ഈ പ്രശ്നം ഉയർത്തി രംഗത്ത് വന്ന ആളാണ്. PV അൻവർ ഉയർത്തുന്ന പ്രശ്നം ഈ സർക്കാരിന് RSS-നോട് കണിശമായ സമീപനമില്ല, വിദ്വേഷ പ്രചാരകരോട് കണിശമായ സമീപനമില്ല, RSS ബാന്ധവമുള്ള ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട കസേരകളിൽ വെച്ചിരിക്കുന്നു. അത് പല കാരണങ്ങൾക്കുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നു. പൂരം കലക്കിയത് സുരേഷ് ഗോപിക്ക് ജയിക്കാനാണ്. പൂരം കലക്കലിൽ സുരേഷ് ആസൂത്രിതമായ പ്രവർത്തനം നടന്നു എന്ന കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെട്ടില്ല. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു വ്യാജ മറയിട്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ അത് പൂർണ്ണമായി നടക്കുന്നില്ല. റവന്യൂ മന്ത്രിക്ക് പോലും ആക്സസ് ഇല്ലാത്ത ഒരാളായി ഇവിടുത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടപ്രകാരം ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമായിട്ടാണ് പൂരം കലങ്ങിയത്. അതിൻ്റെ ഫലമായിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. പോലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും CPM-ന് പോലും ആൻസർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നമായി കിടക്കുകയാണ്. അതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നാൽ അതിലെ മറുപടി പറയുക സ്വരാജിനെ കൊണ്ട് എളുപ്പമായിരിക്കില്ല. കാരണം CPM-ന് തന്നെയും ശരിയാവണ്ണം മറുപടി പറയാൻ കഴിയാത്ത ഇഷ്യൂസാണിത്. പൂരം കലക്കലിൽ പ്രതികൾ ആരാണെന്ന് ചോദ്യത്തിന് CPM-ന് ഉത്തരവില്ലാത്തതാണ്. ദത്താത്രേയ ഹൊസബല്ലയെ കാണാൻ ADGP MR അജിത്കുമാർ പോയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് CPM-ന് ഉത്തരവില്ലാത്തതാണ്.
കള്ളക്കടത്ത് നടക്കുന്നത് മലബാറിലെ എയർപോർട്ടുകൾ വഴി മാത്രമാണോ എന്ന ചോദ്യത്തിന് CPM-ന് ഉത്തരവില്ലാത്തതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ശരിക്കും പെട്ടുപോയ CPM-നെ നമ്മൾ കണ്ടുള്ളൂ. ഈ അൻവർ ഈ പ്രശ്നം ഉയർത്തി രംഗത്ത് വരുമ്പോൾ CPM-ന് പ്രതിരോധമേ ഉണ്ടായിരുന്നില്ല. അത് അവിടെ സ്വരാജിന് ഉത്തരവുണ്ടാവില്ല. അതാണ് പോയിന്റ്. സ്വരാജിന് ഈ സർക്കാർ വികസനത്തിൻ്റെ പുതിയ വഴികൾ തുറക്കുന്നു, പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, റോഡുകൾ ഉണ്ടാക്കുന്നു, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, നവകേരളത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ രാജ്യത്തിൻ്റെ പരമപ്രധാന വെല്ലുവിളികളൊന്നായ RSSൻ്റെ സാംസ്കാരിക അധിനിവേശത്തോട്, പലതരത്തിലുള്ള അധിനിവേശത്തോട് ഏത് തരത്തിലുള്ള പ്രതിരോധം തീർക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് കഴിയുന്നു? ഒരു ഇടതുപക്ഷ രൂപിയായ സർക്കാരായി പൂർണ്ണാർത്ഥത്തിൽ അതിന് എത്ര നിൽക്കാൻ കഴിയുന്ന പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ വന്നാൽ സ്വരാജിന് പൂർണ്ണമായി ആൻസർ ചെയ്യാൻ പറ്റില്ല. അതിന് സ്കിപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കേന്ദ്രീകരിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ആരായിരിക്കും? അപ്പോൾ അൻവറിനെ അങ്ങനെ പൂർണ്ണമായ ആളുകൾ തള്ളിക്കളയുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം അൻവറാണ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ സർക്കാരിനോട് ഡിസൻ്റുള്ള ആളുകൾ അൻവറിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ PV അൻവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു വിദ്വേഷ യൂട്യൂബർക്കെതിരെ നടപടിയെടുക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ വിദ്വേഷ യൂട്യൂബർ. ഇപ്പോൾ പോലും അൻവർ ഒരു പ്രതിഷേധ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുന്നണി പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന, അങ്ങേയറ്റം വെറുപ്പ് മാത്രം പ്രസരിപ്പിക്കുന്ന ഒരു ഹെയ്റ്റ് ട്യൂബർ. ആ ഹെയ്റ്റ് ട്യൂബർക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു അൻവറിൻ്റെ പരാതികളിലൊന്ന്. അയാളെ പൂട്ടിക്കൊന്നൊക്കെ അൻവർ വെല്ലുവിളിച്ചു, പക്ഷെ നടന്നില്ല. അയാൾ പൂർണ്ണ സംരക്ഷണം P ശശിയുടെ ആഫീസിൽ നിന്ന് കിട്ടിയെന്നാണ് അൻവർ പറയുന്നത്. ആ കോഴ്സിൽ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ട്. ആ യൂട്യൂബറെ പിന്തുണയ്ക്കുന്നില്ല സ്വീകരിച്ച പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് VD സതീശൻ. VD സതീശൻ പറഞ്ഞത് അങ്ങനെ ഓൺലൈനിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, നോക്കൂ VD സതീശൻ ഉപയോഗിച്ച വാക്കിതാണ്, ഓൺലൈനിലെ വെറുപ്പും വിദ്വേഷവും വിതയ്ക്കുന്ന മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ യൂട്യൂബർ എന്നാണ് നമുക്ക് പരിചയം. VD സതീശൻ്റെ സർട്ടിഫിക്കേഷൻ ഇങ്ങനെയാണ്: ഓൺലൈനിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ ഞങ്ങൾ പൂട്ടിക്കുമെന്ന് വെല്ലുവിളിക്കാൻ അൻവർ ആരാണ്? ഇത് വെള്ളരിക്കാപട്ടണമാണെന്നാണ് അന്ന് ചോദിച്ചത്. എന്നും മാത്രമല്ല, ഈ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ അക്കൗണ്ട് ഓഫീസിൽ കയറി അവരുടെ ഹാർഡ് ഡിസ്ക് മറ്റും എടുത്തുകൊണ്ട് പോയപ്പോൾ അതിനെതിരെയും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ബഹളം വെച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒരൊറ്റ കൺസേൺ, ഈ വിദ്വേഷ യൂട്യൂബറുടെ കാര്യത്തിലെടുത്ത സർക്കാർ സ്വീകരിക്കുന്ന പ്രശ്നത്തിൽ ഞാൻ ഒരു കൗണ്ടർ വോട്ട് ചെയ്യും തീരുമാനിക്കുന്ന ആൾക്ക് എവിടെ വോട്ട് ചെയ്യാൻ പറ്റും? അയാൾക്ക് അൻവറിനെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾക്ക് ഇപ്പുറത്ത് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും കഴിഞ്ഞ മാസം വരെ ഈ പറയുന്ന VD സതീശൻ നടത്തിയിട്ടുള്ള ഔദ്യോഗിക വിരുന്നിൽ ക്ഷണിതമായി വന്ന ആളാണ് ഇദ്ദേഹം. അപ്പോൾ ഈ സമീപനം എടുത്തും ഈ രണ്ടുപേരുടെ സർക്കാരിൻ്റെ സമീപനം, സതീശൻ്റെ സമീപനം ആർക്ക് വോട്ട് ചെയ്യും? അവിടെ ഒരു സംഗതി പ്രതീക്ഷയായി അൻവറിൻ്റെ മുമ്പിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LDF-ലും ഈ ഡിസൻ്റുള്ള ആളുകളുണ്ട്, UDF-നകത്ത് നിൽക്കുമ്പോഴും ഈ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറയുന്ന RSSൻ്റെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആൾക്കാരോടുള്ള അനുഭാവ സമീപനത്തിനെതിരായി ഒരു വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അൻവറിനെ തേടി വരുമെന്നതാണ് അൻവറിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ അൻവറിൻ്റെ ഭാഗത്തു നിന്ന് അൻവർ വരുത്തേണ്ട ചില ക്ലാരിറ്റി ഉണ്ട്. അൻവറിൻ്റെ പോരാട്ടം ആരോടാണ്? അതായത് RSSന് സഹായം ചെയ്തു കൊടുക്കുന്ന ആക്ഷേപമുള്ള ഒരു ഭരണകൂട രൂപത്തോടാണോ അതിൻ്റെ പ്രതിപക്ഷത്തോടാണോ യുദ്ധം എന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ആ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് തനിക്ക് വ്യക്തിപരമായി കിട്ടാത്ത നേട്ടങ്ങളുടെ പേരിൽ പ്രതിപക്ഷത്തെ കുറ്റം പറയുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ക്ലാരിറ്റി പ്രശ്നമാണ്. അത് അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കുന്ന ആളുകളെ പോലും എന്ത് ചെയ്ത് കളയും? ആശയക്കുഴപ്പത്തിലാക്കളെയും. അപ്പോൾ അൻവർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോയിട്ട് വ്യക്തിപരമായ നേട്ടങ്ങൾ കിട്ടാത്തത് കൊണ്ട്, ചോദിച്ച സീറ്റുകൾ കിട്ടാത്തതുകൊണ്ട്, ചോദിച്ച അക്കോമഡേഷൻ കിട്ടാത്തതുകൊണ്ട് പിണറായിസം എന്ന വാക്കിന് എന്താ പറയുക ഇത് കുറയ്ക്കുകയും സതീശനിസം ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയം ഒരു ഫോക്കസ് ഉണ്ടാവുക? ആ പ്രശ്നം ഉണ്ടാവുക. അൻവർ ഏതൊക്കെയോ വഴികളിലൂടെ നിരന്തരം സഞ്ചരിക്കുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നും പറയുന്ന രാഷ്ട്രീയം ഏതാണെന്നും അതിലേതാണ് ഊന്നൽ, ഏതിനാണ് ക്ലാരിറ്റി എന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം RSSനോട് വഴിപ്പെടുന്ന സംവിധാനങ്ങൾക്കെതിരായിട്ടാണെങ്കിൽ അത് പറയണം. അതിനുവേണ്ടി അദ്ദേഹം വോട്ട് ചോദിക്കണം. അത് പറയുമ്പോൾ അതിൽ ആരൊക്കെ എവിടെയൊക്കെ അതിനെ സഹായിക്കുന്നുണ്ട്. പിണറായി വിജയൻ്റെ P ശശിയുടെയും കീഴിൽ വിദ്വേഷ യൂട്യൂബർമാർ, വിദ്വേഷ കുറ്റവാളികൾ രക്ഷപ്പെടുന്നു, RSSകാർ ആയിട്ടുള്ള ആളുകളുമായിട്ട് പോലീസുകാർക്ക് ബന്ധമുണ്ടാകുന്നു, പൂരം കലക്കുന്നു എന്ന് പറയുമ്പോൾ അതിനി വേറെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ, അരുന്ന് നിന്ന് കൊടുക്കുന്നുണ്ടോ, ആ പേരും പറയാം. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പോകാൻ പാടില്ല. എനിക്ക് വ്യക്തിപരമായി കിട്ടാത്ത അക്കോമഡേഷൻ്റെ പേരിൽ ഞാൻ UDF-നെ കുറ്റം പറഞ്ഞ് നടന്നാൽ ആളുകൾ അദ്ദേഹത്തെ വാല്യൂ ചെയ്യില്ല എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് നിലമ്പൂരിലെ സാഹചര്യം സങ്കീർണമാണ് എന്ന് തന്നെയാണ്. അൻവർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. അൻവറിന് ഇലക്ഷൻ ടാക്ടീസൊക്കെ നന്നായി അറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എന്തുമാത്രം മാക്സിമം പണിയെടുക്കും, അതെവിടെയൊക്കെ വോട്ട് കുത്തി ചോർത്തും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന വിജയം രണ്ടുപേർക്കും പ്രതീക്ഷിക്കാം. LDF-നെയും UDF-നെയും സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു സവിശേഷത. എന്തായാലും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും എത്രത്തോളം ജനപിന്തുണ ബാലറ്റിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.